ഭാരതത്തിന്റെ സംയുക്ത സേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ NS രാജാ സുബ്രഹ്മണ്യയെ നിയമിച്ച് കേന്ദ്ര സർക്കാർ. നിലവിലെ സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ വിരമിക്കുന്ന ഒഴിവിലേക്കാണ് നിയമനം. വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനെ പുതിയ നാവികസേനാ മേധാവിയായും നിയമിച്ചു. നിലവിൽ വെസ്റ്റേൺ നേവൽ കമാൻഡറാണ്. വിവരങ്ങളുമായി ദിലീപ് കുറ്റിച്ചൽ നമുക്കൊപ്പം ചേരുകയാണ്. ദിലീപ്, ഇനി ഭാരതത്തിന്റെ സേനയെ നയിക്കാൻ പുതിയ ആളാണ് രാജ. എങ്ങനെയാണ് വിവരങ്ങൾ? മറ്റ് നിയമനങ്ങൾ എങ്ങനെ? രാജ്യത്തിന്റെ സായുധ സേനയിൽ ചെറിയ മാറ്റങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും പ്രതിരോധം കുറച്ചുകൂടി ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള മാറ്റം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഇപ്പോൾ CDS, അതായത് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിന്റെ തലപ്പത്തേക്ക് ഇപ്പോൾ NS രാജ സുബ്രഹ്മണ്യാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിയമിച്ചത്. ഈ മാസം മെയ് 30 അദ്ദേഹം ഈ ഒരു ചുമതല ഏൽക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം നിലവിൽ അദ്ദേഹം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറിയിലെ മിലിറ്ററി അഡ്വൈസറായാണ് അദ്ദേഹം ഇപ്പോൾ ചുമതലയേറ്റിരിക്കുന്നത്. ആ ചുമതല ഈ മാസം 29 അവസാനിക്കുകയും തുടർന്നാണ് CDSന്റെ ചുമതലയിലേക്ക് അദ്ദേഹം വരുന്നതും. അതോടൊപ്പം തന്നെ മറ്റൊരു മാറ്റം കൂടി ഇപ്പോൾ നടത്തിയിരിക്കുകയാണ്. കൃഷ്ണസ്വാമി ആയിരിക്കും ഇനി നാവികസേനയുടെ തലപ്പത്തേക്ക് വരുന്നത്. നിലവിൽ കൃഷ്ണസ്വാമി മുംബൈയിലെ വെസ്റ്റേൺ നേവൽ കമാൻഡർ വൈസ് അഡ്മിറലായി വർക്ക് ചെയ്യുന്ന ഇദ്ദേഹം കമ്മ്യൂണിക്കേഷൻ അതോറിറ്റി വയർഫയറുമായി ബന്ധപ്പെട്ട നിലവിൽ വളരെ വിദഗ്ധൻ എന്ന രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു മാറ്റം പ്രതിരോധ ശൃംഖലയെ അല്ലെങ്കിൽ പ്രതിരോധത്തെ കുറച്ചുകൂടി ശക്തമാക്കാൻ സാധിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നത്. രാഖി, ശരി ദിലീപ്, എന്തായാലും ഭാരതത്തിന്റെ സംയുക്ത സേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ NS രാജാ സുബ്രഹ്മണ്യയെയാണ് നിയമിച്ചിരിക്കുന്നത്.